പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ട്രംപിന്റെ കളി ഒന്നും നടക്കാത്തൊരിടമാണ് ഇറാൻ. മോദി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ തന്നെയാണ് ട്രംപിനെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ട്രംപിന്റെ കളി നടക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണകൂടം. ടെഹ്റാൻ തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം കൈമാറാൻ സമ്മതിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അത് ഇറാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ശേഖരം അവിടെ തന്നെ ഉണ്ടാകും, അത് എവിടെയും മാറ്റാൻ പോകുന്നില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരിടത്തേക്കും മാറ്റാൻ പോകുന്നില്ല. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായ് സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം യുഎസിലേക്ക് മാറ്റുന്നത് ചർച്ചകളിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. നമ്മുടെ മഹത്തായ B-2 ബോംബർമാർ സൃഷ്ടിച്ച എല്ലാ ആണവപ്പൊടിയും USA ലഭിക്കുമെന്ന് ട്രംപ് മുമ്പ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞതിന് പിന്നാലെയാണിത്. മുൻകാല US ആക്രമണങ്ങളിൽ കുഴിച്ചിട്ടതായി പറയപ്പെടുന്ന സമ്പുഷ്ട യുറേനിയത്തെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു ട്രംപ്. എന്നാലും വാഷിംഗ്ടണുമായുള്ള സമീപകാല ചർച്ചകൾ യുറേനിയം വീണ്ടെടുക്കലല്ല, മറിച്ച് സംഘർഷം അവസാനിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ബക്കായ് പറഞ്ഞു. മുൻ ചർച്ചകൾ ആണവ വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ വ്യാപ്തി വിശാലവും വൈവിധ്യപൂർണവുമായി മാറിയിരിക്കുന്നു. ഉപരോധങ്ങൾ നീക്കുന്നതിനുള്ള 10 പോയിന്റ് പദ്ധതി ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്ന വിഷയം പ്രത്യേകം പ്രാധാന്യമുള്ളതാണ്. ടെഹ്റാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കുന്നതിന് പകരമായി വാഷിംഗ്ടണിന് $20 ബില്യൺ മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശത്തെക്കുറിച്ച് യുഎസും ഇറാനും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് US വാർത്താ ഏജൻസിയായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പരാമർശം. സമ്പുഷ്ടീകരിച്ച യുറേനിയം വീണ്ടെടുക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനുമായി അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് സാവധാനത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. 2025 ജൂണിൽ US ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇറാന്റെ കൈവശം ഏകദേശം 440 കിലോഗ്രാം യുറേനിയം 60% വരെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കണക്കാക്കി. ഇത് 2015 ആണവ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 3.67% പരിധിയേക്കാൾ വളരെ കൂടുതലാണ്. ആ ആക്രമണങ്ങൾക്ക് ശേഷം ശേഖരത്തിന്റെ ഗതി വ്യക്തമല്ല. ബാധിത സ്ഥലങ്ങളിൽ പരിശോധകർക്ക് പ്രവേശനം ടെഹ്റാൻ നിഷേധിച്ചു. ആണവായുധങ്ങൾ തേടുന്നില്ല എന്ന് ഇറാൻ വാദിക്കുന്നു. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യം എന്ന നിലയിൽ ഒരു സിവിലിയൻ ആണവ പദ്ധതി പിന്തുടരാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള US പ്രസ്താവനകളെ ബഖായ് വിമർശിച്ചു. അവ പൊരുത്തക്കേടാണ് എന്ന് പറഞ്ഞു. മറുവശത്തെ ട്വീറ്റുകളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടരുത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ പലപ്പോഴും വൈരുദ്ധ്യങ്ങളും നുണകളും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. ഇത് പുതിയ കാര്യമല്ല. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നില്ല, മറിച്ച് നിലത്താണ് എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇറാനുമായുള്ള ഒരു കരാർ അടുത്തെത്തിയിട്ടുണ്ടെന്നും കരാർ പ്രകാരം അമേരിക്കയ്ക്ക് സൗജന്യമായ എണ്ണയും ഹോർമൂസ് കടലെടുക്കിന്റെ സേവനവും നൽകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ അവകാശവാദത്തെയും ഇറാനിലെ സർക്കാർ മാധ്യമങ്ങൾ പരിഹസിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് മനക്കോട്ട കെട്ടുകയാണ് എന്നാണ് ട്രംപിന്റെ ഒരു മാധ്യമ സംവാദത്തിന്റെ ക്ലിപ്പ് ഔദ്യോഗിക X അക്കൗണ്ടിൽ പങ്കുവച്ച് ഇറാനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് പരിഹസിച്ചത്. ഒരു പേർഷ്യൻ പഴഞ്ചൊല്ലും അവർ പങ്കുവച്ചിരുന്നു. അതായത് സാധ്യമല്ലാത്ത ആഗ്രഹങ്ങളോ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരാളെ വിവരിക്കാൻ ഈ പഴഞ്ചൊല്ല് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമനയും ഇതുപോലെ തന്നെ ട്രംപിനെ പരിഹസിക്കാൻ ഇത്തരത്തിലൊരു പഴഞ്ചൊല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും US-ഉം ഇറാനും ഒരു സമാധാന കരാറിന് വളരെ അടുത്തെത്തിയെന്നും ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ സമ്മതിച്ചുവെന്നും ട്രംപ് വ്യാഴാഴ്ചയാണ് പറഞ്ഞത്. ഉടൻ ഒരു വഴിത്തിരിവുണ്ടാകുമെന്നും ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്തായാലും യുദ്ധം അവസാനിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിനിടയിൽ ട്രംപ് ഇത്തരത്തിലുള്ള വാദങ്ങൾ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതാണ് പലപ്പോഴും അദ്ദേഹത്തെ ഒരു പരിഹാസ കഥാപാത്രമാക്കുന്നത്. അത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിലും വ്യത്യാസമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നരേന്ദ്രമോദി കഴിഞ്ഞാൽ ട്രംപിന്റെ കളിയൊന്നും ചിലവാകാത്ത ഒരു ഇടമാണ് ഇറാൻ എന്ന്. ന്യൂസ് ഡെസ്ക് കർമാനസ്.